ഇത്തവണ ഓണം എക്സാമിന് നമ്മളോട് പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷെ ഒരു പ്രശ്നം ആക്കേണ്ട, വളരെ സിമ്പിൾ ആണ് ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ നോട്ടീസ് ഒക്കെ എഴുതിയിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു പരിപാടി ഉണ്ടാവും, ഒരു ഇവന്റ് ഉണ്ടാവും. ആ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഇവന്റിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്തുമല്ല, ഒരു നോട്ടീസും അല്ല, അതിന്റെ ഇടയിൽ വരുന്ന അതിന്റെ ഒരു സങ്കലനമാണ് ശരിക്കും പറഞ്ഞാൽ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു മോഡലാക്കി എടുത്തിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം, പറഞ്ഞുതരാം. സിമ്പിളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഹെൽത്ത് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് ആൻ ഐ മെഡിക്കൽ ക്യാമ്പ്. The team of specialist doctors from the Mussoorie Eye Hospital will lead the camp. Draft an event invitation for the camp giving the necessary details. എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നമ്മുടെ സ്കൂളിലുള്ള ഹെൽത്ത് ക്ലബ്ബാണ് പരിപാടി നടത്തുന്നത്. എന്താ പരിപാടി? ഐ മെഡിക്കൽ ക്യാമ്പാണ് പരിപാടി. ഇനി ആരൊക്കെയാ പങ്കെടുക്കുന്നത്? സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഫ്രം മസൂരി ഐ ഹോസ്പിറ്റലാണ് ഈ ഒരു ക്യാമ്പിനെ ലീഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിലുണ്ട്. ബാക്കി നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ടില്ലേ, നമ്മൾ നോട്ടീസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വലിയൊരു ബോക്സ് അങ്ങോട്ട് വരച്ചിട്ട് വൃത്തിക്ക് എഴുതി തുടങ്ങുക. ഒന്നാമതായിട്ട് എഴുതേണ്ടതില്ലേ, ആരാണോ പരിപാടി സംഘടിപ്പിക്കുന്നത് അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഓർഗനൈസറിന്റെ നെയിമാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിപ്പോൾ സ്കൂളാണെങ്കിൽ സ്കൂൾ. ഇവിടെ നമുക്ക് ഹെൽത്ത് ക്ലബ്ബ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ക്ലബ്ബിന് നമ്മളൊരു പേരിട്ടു, ബ്രൈറ്റ് ഫ്യൂച്ചർ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ളതാണ് നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് പ്രോഗ്രാമിൻ്റെ പേരാണ്. പ്രോഗ്രാം അല്ലെങ്കിൽ ഇവൻ്റ് എന്നും പറയാം. ഇവന്റിന്റെ നെയിമാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. എന്താ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്? ഇവന്റിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഐ മെഡിക്കൽ ക്യാമ്പ് എന്നുള്ളതാണ്, കണ്ണ് പരിശോധന ക്യാമ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി കോർഡിയലി ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞാലല്ലേ, അത് എല്ലായിടത്തും ഇവന്റ് ഇൻവിറ്റേഷൻ ചോദിച്ചാൽ അപ്പം എടുത്ത് പ്രയോഗിക്കാം. ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ ഹൃദ്യമായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കാര്യം പറയാൻ വേണ്ടി പോകണം, നേരെ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകാം. വി ആർ പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ദ ഹെൽത്ത് ക്ലബ് ഓഫ് അവർ സ്കൂൾ, ഇതാണ് നമ്മുടെ ഓർഗനൈസറുടെ പേര്, ഓർഗനൈസിങ് ആൻഡ് ഐ മെഡിക്കൽ ക്യാമ്പ്. ആരാണെന്നുള്ളതായി, ഹൂ എന്നുള്ളതായി. ഇനി അടുത്തത് വാട്ട്, എന്താണ് പരിപാടി നടത്തുന്നുള്ളതായി, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. പിന്നെ വൈ എന്നുള്ളതാണ്. ടു പ്രൊമോട്ട് ബെറ്റർ ഐ കെയർ ആൻഡ് അവയർനെസ് എമംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്. സ്കൂളിലുള്ള സ്റ്റുഡൻസിനും സ്റ്റാഫിനും അവരുടെ ഐ കെയറിനെ കുറിച്ചിട്ട് ബോധവൽക്കരണം ചെയ്യാനാണ്, അവയർനെസ് ചെയ്യാനാണ് എന്ന് പറയാം. ഇനി ആരാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞൂടെ? എക്സ്പേർട്ട് ഐ സ്പെഷ്യലിസ്റ്റ് ഫ്രം മസൂരി ഐ ഹോസ്പിറ്റൽ. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടതില്ലേ, എവിടെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എവിടെയാ? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ, ബ്രൈറ്റ് ഫ്യൂച്ചർ സ്കൂളിലുള്ള സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ഡേറ്റ് എന്നാണെന്നുള്ളത് പറയണം. 25th August 2025. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുത്തോ. പിന്നെ സമയം എപ്പോഴാണെന്ന് പറയണം. 9 മണിക്കാണ്, 2 മണി വരെയാണെന്നുള്ളത് സമയം അവിടെ കൊടുക്കണം. ഇനി നമ്മൾ അവരെ ക്ഷണിക്കുകയാണ് കേട്ടോ, നമ്മൾ അവരെ വെൽക്കം ചെയ്യാണ്. പല രീതിയിൽ വെൽക്കം ചെയ്യാം. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് us come together for a healthy vision and a bright future. നമുക്ക് ഒത്തുകൂടാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അവരെ ക്ഷണിക്കല്ലേ. ഇതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ഇനി ആരാണോ ഓർഗനൈസ് ചെയ്യുന്നത് അത് കൊടുക്കാം. ഹെൽത്ത് ക്ലബ്ബാണ്, ബ്രൈറ്റ് ഫ്യൂച്ചർ സ്കൂളാണ് എന്നുള്ളത് കൊടുക്കാം. അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് കൊടുക്കണം എന്നുള്ളത് അറിയോ? നിങ്ങളുടെ, അതായത് നമ്മൾ ഡേറ്റ് കൊടുക്കണം, ഇവിടെ ഡേറ്റ് കൊടുക്കണം, പ്ലേസ് കൊടുക്കണം, ഏത് ദിവസം ഏത് സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ അയക്കുന്നത് എന്നുള്ളത് കൊടുക്കണം, നിങ്ങളുടെ പേര് കൊടുക്കണം, ആരാണോ ഇത് എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെസിഗ്നേഷൻ കൊടുക്കണം. ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഹെൽത്ത് ക്ലബിന്റെ സെക്രട്ടറി ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ കൊടുക്കുക, നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ ആരാണ്, നിങ്ങൾ അതിൻ്റെ സെക്രട്ടറി ആണോ, അതിൻ്റെ പ്രസിഡന്റ് ആണോ എന്നുള്ളത് താഴെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇവന്റ് ഇൻവിറ്റേഷൻ. ഇവിടെയും ഒരു പെട്ടി വരയ്ക്കുക. സോ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് കൊടുക്കണം. അതിൻ്റെ പുറമെ ആര്, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. അതിൻ്റെ സമയം എപ്പോഴാണ്, അതിൻ്റെ സ്ഥലം എവിടെയാണ്, അതിൻ്റെ ഡേറ്റ് എന്നാണ്. അതുപോലെ തന്നെ അവസാനം നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു, അവിടെ സ്ഥലവും ഡേറ്റും കൊടുക്കുന്നു, നമ്മുടെ പേര്, സിഗ്നേച്ചർ, പിന്നെ നമ്മൾ ആരാണെന്നുള്ളതാണ് ഡെസിഗ്നേഷനോട് ഉദ്ദേശിക്കുന്നുണ്ടോ. ഒന്നും കൂടെ വൃത്തിക്ക് എഴുതി തരാം. ഡെസിഗ്നേഷൻ ഇങ്ങനെയാണ് എഴുതുക. ഡെസിഗ്നേഷൻ നിങ്ങൾ എഴുതണ്ട കേട്ടോ. അവിടെ നിങ്ങൾ നിങ്ങളുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഡെസിഗ്നേഷൻ അവിടെ എഴുതാൻ നിൽക്കണ്ട. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങളിത് തെറ്റിക്കാതെ എഴുതുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്കിട്ട് തരാം, താഴെ ഒരു കമൻറ്റും എന്തായാലും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ലൈവിൽ കാണാം. ബൈ ബൈ.